പത്തനംതിട്ട കലഞ്ഞൂർ മല്ലങ്കഴിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വ്യാപക കൃഷിനാശം. മല്ലങ്കഴ സ്വദേശികളായ 2 കർഷകരുടെ വാഴകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. പ്രദേശത്ത് വൈദ്യുത കമ്പിക്ക് മുകളിലൂടെ മരങ്ങളും ഒടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കലഞ്ഞൂർ മല്ലങ്കരയിൽ പെയ്ത മഴ, അതിനോടൊപ്പം വന്ന കാറ്റ്, അത് നാശം വിതച്ചത് കർഷകന്റെ സ്വപ്നങ്ങൾക്കാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യാപകമായ നാശം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വാഴകൾ ഇത്തരത്തിൽ നശിച്ചുപോയി. ഒപ്പം തൊട്ടപ്പുറത്ത് നമുക്ക് കപ്പ കൃഷിയും കാണാം. അത് മൂടോടെയാണ് പിഴുതു വന്നിരിക്കുന്നത്. അത്രമാത്രം വലിയ ശക്തമായ കാറ്റും മഴയുമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചേട്ടാ, വലിയ നാശമാണ് ഉണ്ടായത്. അതിശക്തമായ നാശമല്ലേ, എന്താ പറയാനാ. ഒരു വർഷത്തെ എനിക്ക് 165 മൂടോളം പോയി. 165 മൂടിൽ ഒരു 150 മൂടും കൊലച്ചതാ. ബാക്കി കുറച്ചേ ഉള്ളായിരുന്നു കൊലയ്ക്കാൻ. ബാക്കിയെല്ലാം കൂമ്പൊടിച്ചതും കൂമ്പൊടിക്കാത്തതും എല്ലാം ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു പരുവത്തിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ. എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ല. എല്ലാ വർഷവും ഉണ്ടാവും കുറച്ചൊക്കെ 10, 25 മൂട് 30 മൂട് ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മൊത്തത്തിൽ അടപടലെ തകർത്ത് കളഞ്ഞല്ലേ. കൃഷി ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. മക്കളൊക്കെ പറയുന്ന ഞാൻ വേണ്ട, എന്നാലും എനിക്ക് കൃഷി എന്ന് പറഞ്ഞൊരു സന്തോഷമാണ്. ഞാനിപ്പോൾ 6-7 വർഷം കൊണ്ട് ഇപ്പോൾ ഈ കൃഷിക്കകത്ത് ഇറങ്ങുന്നുണ്ട്. മല്ലങ്കരയിൽ ഈ പറയുന്നത് പോലെ മീറ്ററുകൾ മാത്രം ഇപ്പുറത്താണ് ഈ മോഹനൻ നായരുടെ ഈ പറമ്പുള്ളത്. ഇവിടെ വാഴക്കൃഷി ആയിരുന്നു. അതിനും സമാനമായ രീതിയിൽ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാ ദൃശ്യങ്ങളും ഒരുപോലെ തോന്നും. കാരണം ഒരേ പ്രദേശമാണ്. ഇന്നലെ അടിച്ച കാറ്റ് എത്രമാത്രം ഭീകരമായിരുന്നു. വലിയ നാശമാണല്ലോ നമുക്ക് ഉണ്ടായത്. വലിയ നാശം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് 265 മൂടോളം വാഴ പോയി. തരിശ് ഭൂമിയായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. അത് ഞാൻ JCB കൊണ്ട് വന്ന് ഇളക്കി കൃഷി ചെയ്ത്, പിന്നെ പന്നി കയറാതെ വേലി കെട്ടി. എനിക്കൊരു 10-40,000 രൂപ ചിലവുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് പോയി. ആ പണി മുന്നോട്ട് കൃഷി ചെയ്യാനുള്ള മൂടേ പോയി. ഇനിയിപ്പോൾ രണ്ടാമതിനകത്തൊന്നും ചെയ്യത്തില്ല. ഒന്നുമില്ല. കൃഷി ഓഫീസർ വിളിച്ചായിരുന്നു, ചെല്ലാൻ പറഞ്ഞു. വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻഷുർ ചെയ്തില്ല. അഡ്വാൻസ് ഇൻഷുർ ചെയ്ത് കിട്ടിയതിനകത്ത് പൈസ അത് ചെയ്യാൻ മറന്നുപോയി. ചെയ്യേണ്ടതാണ്. കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട. പക്ഷെ ഞാനത് ചെയ്തില്ല. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.